ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മെല്ലാവരും അലങ്കൃതരാകുവാൻ യുഗാന്ത്യ സഭ മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ നിറഞ്ഞൊഴുകുവാൻ സ്വർഗം നമ്മെല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയുടെ 8ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ദിനങ്ങൾ എത്രയും നമ്മെ കരം പിടിച്ച് നയിച്ച നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെയോർത്തും അവിടുത്തെ മാറ്റമില്ലാത്ത വിശ്വസ്തതയോർത്തും നമുക്ക് നന്ദിയുള്ളവരാകാം. പ്രാർത്ഥനയോടെ ദൈവത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് നമ്മിൽ നിന്ന് ഈ നാളുകളിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാൻ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 15-ാം തിരുവചനം. ജനതകൾ കണ്ടു, പക്ഷെ ഗ്രഹിച്ചില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തു പാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. ഈ കാലഘട്ടത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ എന്തുമാത്രം കാരുണ്യത്തോടെയാണ് ദൈവം തൻ്റെ കൃപാദാനങ്ങൾ വർഷിക്കുന്നത്. യുഗാന്ത്യ സഭയിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വഴിതെറ്റി വന്നവരല്ല. കർത്താവിൻ്റെ മുദ്രിത ആത്മാക്കളാണ് നമ്മൾ. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ തൻ്റെ കൃപാദാനങ്ങൾ വർഷിക്കുന്നത് അവർ ഗ്രഹിച്ചില്ല. ഈ ലോകത്തിന് ദൈവത്തിൻ്റെ ദാനങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. തുടർന്ന് വചനം എന്താ പറയുന്നത്? അവിടുത്തെ കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും തൻ്റെ വിശുദ്ധരെ കാത്തു പാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. തൻ്റെ വിശുദ്ധരുടെ പാദങ്ങളെ കാക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. ഉഗ്രപോരാട്ടത്തിൻ്റെ നാളുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരാത്മാവിനെയും നശിപ്പിക്കുവാൻ പിശാച് വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്ത് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാദങ്ങളെ വിശ്വസ്തയോടെ കർത്താവ് സൂക്ഷിക്കുകയാണ്. കൃപയിൽ വീണുപോകാതെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ, നിത്യരക്ഷയുടെ അനുഭവത്തിൽ അവസാന ശ്വാസം വരെ തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കൾ ജീവിക്കുവാനായി അവരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. താൻ തെരഞ്ഞെടുത്തവരുടെ മേൽ തൻ്റെ കൃപയും ദാനങ്ങളും അളവില്ലാതെ കർത്താവ് വർഷിക്കുന്നു. നമുക്ക് എന്തുമാത്രം പ്രത്യാശ തരുന്ന, ആനന്ദം തരുന്ന വചനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഓരോ സഹോദരനോടും സഹോദരിയോടും സ്നേഹത്തോടെ പറയുകയാണ്, നമ്മൾ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട. നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, താൻ തെരഞ്ഞെടുത്തവരെ ഏത് സാഹചര്യത്തിലും പരിപോഷിക്കുവാനും തൻ്റെ മഹത്വത്തിൽ സൂക്ഷിക്കുവാനും ശക്തനായ കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്.
പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം. നമുക്ക് ദുഷ്ടതയുടെ നാളുകളിൽ സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മെ സഹായിക്കുവാനും നമ്മെ താങ്ങുവാനും ആത്മാവിൻ്റെ കൃപാദാനങ്ങളിൽ നിരന്തരം നമ്മെ വളർത്തുവാനും നമ്മുടെ അമ്മ വളരെ ശ്രദ്ധയുള്ളവളാണ്. നമ്മുടെ അമ്മ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും കുടുംബങ്ങളിലും സമൂഹങ്ങളിലായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഭയഭക്തി ആദരവോടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ സഭയുടെ കുടുംബങ്ങളുടെ സമൂഹത്തിന്റെ തലമുറകളുടെ ഈ കാലഘട്ടത്തിന്റെ ആത്മാവേ അവിടുത്തെ സപ്തദാനങ്ങളുമായി എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. ഇത് കർത്താവിൻ്റെ സ്വപ്നമാണ്. താൻ തെരഞ്ഞെടുത്തവരെ പ്രതിയും തൻ്റെ സഭയെ പ്രതിയും തൻ്റെ കുടുംബങ്ങളെ പ്രതിയുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ് ഈ തിരുവചനം. കർത്താവ് നമ്മളെ സന്ദർശിക്കുമ്പോൾ അവൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ ഇടമുറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ മധ്യേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ സന്ദർശിക്കുമ്പോൾ വൈക്കോലിൽ തീ പിടിച്ചതുപോലെ നമ്മൾ പ്രക്ഷോഭിക്കും, നമ്മൾ കത്തിജ്വലിക്കും. സഭ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ കത്തിജ്വലിക്കുവാൻ സഭയിലുള്ള എല്ലാ പ്രതിസന്ധികളിലേക്കും സഭ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളിലേക്കും ആത്മശക്തി ഇറങ്ങുവാൻ ആത്മാവിന്റെ കൃപാദാനങ്ങൾ എല്ലാ തലങ്ങളിലേക്ക് നദി പോലെ ഒഴുകപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പരിശുദ്ധാത്മാവ് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ പ്രശോഭിതമാകട്ടെ. നമ്മുടെ തലമുറകളിലേക്ക്, നമ്മളായിരിക്കും നമ്മുടെ സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ദാനങ്ങൾ ഒഴുകപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ തീ പിടിപ്പിക്കണമേ, അവിടുത്തെ സപ്തദാനങ്ങളാൽ ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ആത്മാവേ വരണമേ, കരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യ പ്രഭയാൽ ഞങ്ങൾ തീ പിടിക്കട്ടെ. ഞങ്ങളുടെ സാന്നിധ്യ പ്രഭയാൽ തിരുസഭ ഉണരട്ടെ, സഭ നവീകരിക്കപ്പെടട്ടെ, സഭ ശക്തീകരിക്കപ്പെടട്ടെ. പാപശക്തികള്, രോഗശക്തികള്, ശാപശക്തികള്, പൈശാചികാധിപത്യങ്ങൾ, വ്യാപാരങ്ങൾ, നാരകീയ പോരുകൾ പരിശുദ്ധാത്മ ശക്തിയാൽ ഈ സമയം ഇപ്പോൾ നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു. കൃപാദാനങ്ങൾ വെളിപ്പെടട്ടെ, ആത്മാവിന്റെ കൃപാദാനങ്ങൾ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശബ്ദം
വിളിക്കുകയാണ്. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഹോളി സ്പിരിറ്റ് ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. റൂഹായേ, സപ്തദാനങ്ങളുമായി വരണമേ, തിരുസഭയിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ പവറിയണമേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് വിളിച്ച ആത്മാവേ, തിരുസഭയെ പ്രകാശിപ്പിക്കണമേ, തിരുസഭയെ ശക്തീകരിക്കണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഓരോ കുടുംബത്തിന്റെ പേരും അവിടുത്തെ വിശുദ്ധ ദാനങ്ങൾ പകരണമേ. അവിടുത്തെ വിശുദ്ധ ദാനങ്ങൾ പകരണമേ. സ്പിരിറ്റ് ഹല്ലേലൂയ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇരു കരങ്ങളുയർത്തി ആത്മാവ് നൽകുന്ന ഈ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ നിറയപ്പെടുവാൻ, മുദ്രിതരാകുവാൻ ആഗ്രഹിച്ച് ഒന്നിച്ച് വിളിക്കുന്ന ആത്മാവേ, പരിശുദ്ധ റൂഹായേ, സപ്തദാനങ്ങളുമായി ഞങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ, സഭയിലേക്ക് വരണമേ. ദൈവജനത്തെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. പാപശക്തികള്, അന്ധകാര ശക്തികള്, നാരകീയ ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് പരിശുദ്ധാത്മ ശക്തിയാൽ ഈ സമയം നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ കൃപാദാനങ്ങളുടെ വിതരണക്കാരിയായ ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. യുഗാന്ത്യ സഭയെ ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ നവീകരിക്കുവാൻ അമ്മ സഭയെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 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 നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഒരു പ്രചോദനം തരികയായിരുന്നു. ദൈവവചനത്തെ പ്രതി സഹിക്കുകയും വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുകയും ഈ നാളുകളിൽ കൊടിയ വേദനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും വിശ്വാസത്തെ പ്രതിയുള്ള ചില പീഡനങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നുണ്ട്. ആത്മാവിപ്രകാരം പറഞ്ഞു, കർത്താവിൻ്റെ വചനത്തെ പ്രതിയുള്ള നമ്മുടെ ഓരോ സഹനവും വ്യർത്ഥമാകുന്നില്ല. ആരെല്ലാം വചനത്തെ പ്രതിയും വിശ്വാസത്തെ പ്രതിയും സഹിക്കുവാനും കഷ്ടപ്പെടുവാനും
പീഡനങ്ങൾ ഏറ്റെടുക്കുവാനും തയ്യാറാകുന്നുവോ അവരെ മാനിക്കുന്ന, ആദരിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു. സഹനങ്ങളുണ്ട്, നമുക്ക് പലവിധ വേദനകളുണ്ട്, തകർച്ചകളുണ്ട്, കൊടിയ ദുരിതങ്ങളുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. ഈ സഹനങ്ങളിലും വേദനകളിലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മോടൊപ്പമുണ്ട്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13-14 വചനങ്ങൾ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവരെവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ വെള്ളവസ്ത്രമണിഞ്ഞ് കുരുത്തോലയും പിടിച്ച് അനേകർ അവിടുത്തെ അനവരതം സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഇവരെ കണ്ടപ്പോൾ യോഹന്നാൻ ശ്ലീഹ ചോദിച്ചു, ഇവർ ആരാണ്? ഇവരെവിടെ നിന്ന് വരുന്നവരാണ്? ഈ ചോദ്യത്തിന് മറുപടിയായി എന്താണ് യോഹന്നാൻ ശ്ലീഹ കേട്ടത്? ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. കർത്താവിൻ്റെ വചനത്തെ പ്രതിയും നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തെ പ്രതിയുമുള്ള സഹനങ്ങൾ വ്യർത്ഥമല്ല. അത് പാഴായി പോകുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. സഹോദരങ്ങളെ, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഈ പീഡനത്തിന്റെ നാളുകളിൽ, ഉഗ്രമായി പോരാട്ടത്തിന്റെ സമയങ്ങളിൽ സത്യവിശ്വാസം ജീവിക്കുവാൻ അത്ര എളുപ്പമല്ല. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്കെതിരെ സഹനങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളെല്ലാം ഉണ്ടാകും. ഇവരാണ് ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചവരാണ് ഈ കാണുന്ന ജനക്കൂട്ടം. സ്വർഗത്തിൽ അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയാണ്. ദൈവവചനത്തെ പ്രതി നമുക്കുണ്ടാകുന്ന ഓരോ സഹനത്തിനും വേദനയ്ക്കും കണ്ണുനീരിനും കഷ്ടതയ്ക്കും പീഡനത്തിനും കൊടിയ ദുരിതത്തിനും എൻ്റെ സഹോദരി സഹോദരങ്ങളെ വലിയ പ്രതിഫലമുണ്ടെന്ന് ഈ വചനത്തിലൂടെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. ദൈവവചനത്തെ പ്രതി രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികള്, ദൈവവചനത്തെ പ്രതി കഷ്ടത അനുഭവിക്കുന്നവരെ, ദൈവവചനത്തെ പ്രതി പീഡനങ്ങൾ ഏറ്റെടുത്തവരെ, ദൈവവചനത്തെ പ്രതി അപമാനങ്ങളും അപഖ്യാതികളും കൃപയായി സ്വീകരിച്ചവരുടെ ആത്മാക്കളെ യോഹന്നാൻ ശ്ലീഹ എവിടെയാണ് കാണുന്നത്? സ്വർഗത്തിലെ ബലിപീഠത്തിന്റെ കീഴെയാണ്. അത്രമാത്രം ആദരവും ബഹുമാനവുമാണ് ഇത്തരം ആത്മാക്കൾക്ക് കർത്താവ് നൽകുന്നത്. അതിനർത്ഥം എന്താ? ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തെ പ്രതി ഉണ്ടാകുന്ന സഹനങ്ങളിലും വേദനകളിലും കഷ്ടതകളിലും നമ്മൾ അസ്വസ്ഥരാകരുത്. നമ്മൾ ഭാരപ്പെടേണ്ട, നമ്മൾ നിരുത്സാഹപ്പെടേണ്ട. ഈ സഹനങ്ങൾക്ക് വലിയ പ്രതിഫലം നമ്മുടെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും പാടല്ല സഹോദരങ്ങളെ, ഇതൊന്നും പാടല്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തെ ഉണർത്തിയ ഒരു സന്ദേശമായിരുന്നത്. എൻ്റെ ജനത്തോട് പറയണം, അവിടെ സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും അസ്വസ്ഥരാകേണ്ട. ഞാനത് കാണുന്നുണ്ട്. ആ സഹനങ്ങളൊന്നും പാടല്ല. ഞാൻ അതിന് വലിയ പ്രതിഫലം നൽകുമെന്ന് എൻ്റെ ജനത്തോട് പറയുക. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളുമായി പങ്കുവെച്ചത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ്
പ്രത്യേകം തെരഞ്ഞെടുത്ത അമ്മയുടെ പൊന്നുമോളായിരുന്നു കഞ്ചിക്കോട്ടെ നമ്മുടെ റാണി ചേച്ചി. ലോകത്തിന് പല ദിക്കുകളിലും സ്വർഗത്തിന് പ്രവചന സന്ദേശങ്ങൾ അറിയിക്കുവാൻ അമ്മ സ്വർഗം വിട്ടിറങ്ങി വന്ന അനേകം സംഭവങ്ങൾ നമ്മൾ ഈ ദിനങ്ങളിൽ കണ്ടു. നമ്മുടെ കൊച്ചു കേരളത്തിലും അമ്മ മാതാവ് വന്നു. നമുക്കറിയാം, കുറവിലങ്ങാട് സഭാ ചരിത്രത്തിലെ ആദ്യത്തെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. യാക്കോബ് സ്ലീഹായ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രത്യക്ഷീകരണമാണ് നമ്മുടെ കുറവിലങ്ങാട് നമ്മുടെ മുത്തി അമ്മയ്ക്ക് അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അത് ചരിത്ര സംഭവമാണ്. അപ്പൊ കേരളത്തിൻ്റെ മേൽ കർത്താവിന് ചില പദ്ധതികളുണ്ട് ഈ കാലഘട്ടത്തിലും. റാണി ചേച്ചിയുടെ അമ്മ പറഞ്ഞ സന്ദേശം എന്താണ്? അമ്മ ഇപ്രകാരം അറിയിച്ചു: എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കുമ്പോൾ ഒരു നവയുഗം സമാഗതമാകുന്നതിന് മുൻപ് സഹിക്കേണ്ടുന്നതും സംഭവിക്കേണ്ടതുമായ അതിഘോരമായ പീഡകളുടെ സൂചനകൾ ഞാൻ നൽകിയതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. പിളർക്കപ്പെട്ട ഈ ഹൃദയത്തിൽ ഞാൻ നിങ്ങളെയെല്ലാം സ്വീകരിച്ച് എൻ്റെ പുത്രന് നൽകും. പരിശുദ്ധ അമ്മ മാതാവ് കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ നാളുകളിൽ വിശ്വാസത്തെ പ്രതി, വചനത്തെ പ്രതി നമുക്കുണ്ടാകുന്ന പീഡനങ്ങളിൽ, വേദനകളിൽ, ദുരിതങ്ങളിൽ അസ്വസ്ഥരാകേണ്ട. നിങ്ങളുടെ ഈ സഹനങ്ങളും വേദനകളും ഞാൻ എൻ്റെ പുത്രനെ കാഴ്ചവെക്കും. നിങ്ങൾ എൻ്റെ പൊന്നോമന മക്കളാണ് എന്ന് പറഞ്ഞാൽ ഈ സഹനങ്ങൾക്ക് വലിയ അർത്ഥവും മൂല്യവും ഉണ്ടെന്ന് അമ്മ മാതാവ് നമ്മൾ അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-12 വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഈ ഒരു സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ, സഹനങ്ങളും ദുരിതങ്ങളും വേദനകളും നടന്ന ഈ കാലഘട്ടത്തിൽ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർബന്ധത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, പാപം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, എല്ലാവിധ ദുഷിപ്പ് നിറഞ്ഞ ഈ ഒരു തലമുറയിൽ ലോക ചിന്തകളെ വെടിയാനും കർത്താവിന് യോഗ്യമാം വിധം ജീവിതം നയിക്കുവാനുമുള്ള ദൈവകൃപ നമുക്ക് പ്രദാനം ചെയ്യപ്പെടുകയാണ്. കൃപ എന്ന് പറയുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ തന്നെയാണ്. ആത്മാവിൻ്റെ കൃപാദാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അതിനായി പ്രാപ്തമാക്കുന്നത്. ദൈവവചനത്തിൽ വളരുവാനും ദൈവകൃപയിൽ ജീവിക്കുവാനും ലോകമോഹങ്ങൾ ഉപേക്ഷിക്കുവാനും നമ്മെ ശക്തമാക്കുന്നത് ആത്മാവിൻ്റെ കൃപാദാനങ്ങളാണ്. പരിശുദ്ധ അമ്മ മാതാവ് ലാസ്ലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരമാണ് പറഞ്ഞത്: ലോകത്തിലും സഭയിലും വർദ്ധിച്ചു വരുന്ന തിന്മകളുടെയും അസ്വസ്ഥതകളുടെയും ഉറവിടം മാനുഷികമല്ല, വ്യക്തികളിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെ, വിപ്ലവങ്ങളിലൂടെ സാത്താനാണ് ഈ ലോകത്തിൽ ഇന്ന് അസ്വസ്ഥതയുടെ വിത്ത് വിതയ്ക്കുന്നത്. ശ്രദ്ധിക്കണമേ, ഒരുമിച്ച് നിങ്ങൾ വായിച്ച്. ഇന്ന് പിശാചാണ് കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹങ്ങളിൽ അസ്വസ്ഥതയുടെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കുന്നത്. അതെങ്ങനെ? വ്യക്തികളിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെ, വിപ്ലവങ്ങളിലൂടെ പിശാചാണ് ഇത് ചെയ്യുന്നത്. തുടർന്ന് അമ്മ മാതാവ് പറഞ്ഞു, തത്വചിന്തകളിലും മനഃശാസ്ത്രത്തിലുമെല്ലാം പിശാചിന്റെ സ്വാധീനം രൂഢമൂലമായിരിക്കുന്നു. ഈ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എന്താണ് നമ്മോട് പറയുന്നത്? ഫാദർ ഷെഫാനോ ഗോപിയോട് അമ്മ ഇപ്രകാരം പറഞ്ഞു: ഭൂമിയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ എൻ്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണിയിൽ അകപ്പെടാതിരിക്കുവാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമാണ്. നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ്
ആത്മാവിൻ്റെ ഈ സപ്തദാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:16 വരുമ്പോൾ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് ചെല്ലുന്നു, അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ ഈ ദിനങ്ങളിൽ വചനത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ വളരെ വളരെ വിശിഷ്ടമായ ദാനമാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. എല്ലാവർക്കും ജ്ഞാനം കിട്ടുകയില്ല സഹോദരങ്ങളെ. ജ്ഞാനം ആരുടെ അരികിലേക്കാണ് കടന്നു ചെല്ലുന്നത്? അതിന് യോഗ്യതയുള്ളവരുടെ അരികിലേക്കാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിന് വസിക്കുവാൻ യോഗ്യരായവരിലേക്കാണ് ജ്ഞാന ചൈതന്യം കടന്നു ചെല്ലുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെയാണ് ജ്ഞാനം പരിശീലിപ്പിക്കുന്നത്, അവരെയാണ് ജ്ഞാനം ശക്തീകരിക്കുന്നത്, അവരെയാണ് ജ്ഞാനം ഈ കാലഘട്ടത്തിന് ആവശ്യമായ കൃപാദാനങ്ങളാലെ അലങ്കരിക്കുന്നത്. സഹോദരങ്ങളെ, അതിന് യോഗ്യരായവരായി ഞാനും നിങ്ങളും തീരുവാൻ പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തുറന്നുള്ള ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഉളവാകുന്ന സത്ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുവാനായി പോകുന്നത്. നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് പ്രാർത്ഥനയോടെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുക. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന സത്ഫലങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ റൂഹ ഇന്ന് വെളിച്ചം വീശുന്നത്. നമുക്കതിൽ കാണുവാനായിട്ട് കഴിയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം സുഭാഷിത പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉളവാകുന്ന ഒന്നാമത്തെ സത്ഫലമാണ് നമ്മൾ ജ്ഞാനത്താൽ പണിയപ്പെടുകയാണ്. അതെത്ര മനോഹരമായൊരു അനുഭവമാണ്. ദൈവിക ജ്ഞാനത്താൽ നമ്മൾ പണിയപ്പെടും. ദിനംതോറും ജ്ഞാനത്താൽ നമ്മൾ വളരുന്നു, ജ്ഞാനത്താൽ നമ്മൾ പണിയപ്പെടുന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ ജ്ഞാനത്താൽ പണിയപ്പെടുകയാണ്. നമ്മുടെ സമൂഹങ്ങൾ ജ്ഞാനത്താൽ പണിയപ്പെടുകയാണ്. യുഗാന്ത്യ സഭ ജ്ഞാനത്താൽ പണിയപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് മറ്റെന്തിനേക്കാളും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ പണിയപ്പെടണം. ജ്ഞാനത്താൽ പണിയപ്പെടുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്രകാരമുള്ള ജീവിതത്തിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആനന്ദമുണ്ട്, അഭിഷേകമുണ്ട്, ആത്മാവിൻ്റെ കൃപാദാനങ്ങളുണ്ട്. ആ ജീവിതം എന്തുമാത്രം ബ്ലെസ്സഡ് ആണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവിക ജ്ഞാനത്താൽ പണിയപ്പെടുന്ന അനുഭവമാണ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ റിസൾട്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പണിയപ്പെടേണ്ടത് ലോകപ്രകാരമല്ല, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളിലുമല്ല, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ഈ ലോകം വെച്ച് നീട്ടിത്തരുന്ന സുഖഭോഗങ്ങളിലുമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത് ദൈവിക ജ്ഞാനത്താലാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും, ആനന്ദമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, സ്നേഹം വർദ്ധിക്കും, പങ്കുവെക്കുന്ന അനുഭവമുണ്ടാകും. ആ കുടുംബത്തെ ദിനംതോറും പരിശുദ്ധാത്മാവ് നയിക്കും, നിയന്ത്രിക്കും. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. യുഗാന്ത്യ നാളുകളിൽ ഇന്ന് പിശാച് കുടുംബങ്ങളെ തകർക്കുവാൻ, ബന്ധങ്ങളെ ശിഥിലീകരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ജ്ഞാനത്താൽ നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ജ്ഞാനത്തിൻ്റെ പുസ്തകം സുഭാഷിത പുസ്തകം 9:1 കണ്ടു. ജ്ഞാനം അവൾ എന്തു പണിയുന്നു? തൻ്റെ ഭവനം പണിയുകയാണ്, തൻ്റെ വീട് പണിയുകയാണ്. യാക്കോബ് ശ്ലീഹ ലേഖനം 3-ാം അധ്യായം
13, 14, 15 വചനങ്ങൾ നമുക്കിത് ശ്രദ്ധിക്കാം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായി വിനയത്തോടെ തൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. കൊണ്ട് ആത്മാവിൻ്റെ ജ്ഞാനമുള്ളവരെ തങ്ങളുടെ പ്രവൃത്തികൾ മൂലം ഈ ദൈവിക ജ്ഞാനം പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പരിശുദ്ധ വചനം പറയുകയാണ്. ഇല്ലാത്ത പക്ഷം 14-ാമത്തെ വചനം ശ്രദ്ധിച്ച്, എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, അത് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. 17-ാം വചനത്തിൽ ആത്മാ വെളിപ്പെടുത്തി തരികയാണ് ദൈവിക ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്, ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ സവിശേഷത എന്താണ്. ജ്ഞാനത്തിന്റെ 7 തൂണുകൾ ഈ വചനത്തിൽ കാണുവാൻ പറ്റും സഹോദരങ്ങളെ. ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, ജ്ഞാനം നമ്മളെ പണിയുമ്പോൾ ഈ വചനമാണ് നമ്മളിൽ കൃപയായി മാറുന്നത്. നമ്മിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മളായിരിക്കുന്ന സഭയിൽ ഈ വചനത്തിന്റെ കൃപയാണ് കടന്നു വരുന്നത്. ഒന്നാമത് പറയുകയാണ്, ജ്ഞാനം ശുദ്ധമാണ്, അത് വിശുദ്ധമാണ്. ജ്ഞാനത്താൽ നമ്മൾ പണിയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ ജീവിതം ശുദ്ധമാകും. നമ്മുടെ കുടുംബങ്ങൾ ജ്ഞാനത്താൽ പണിയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധ കുടുംബമാകും. കർത്താവ് വസിക്കുന്ന, കർത്താവ് വാഴുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. നമ്മുടെ മക്കൾ ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ തലമുറകൾ കഴുകപ്പെടും. നമ്മുടെ സഭയിലുള്ള എല്ലാ അഴുക്കും എല്ലാ തിന്മകളും വിട്ടൊഴിയും. സഭ ശുദ്ധീകരിക്കപ്പെടുകയാണ് ദൈവിക ജ്ഞാനത്താൽ. ജ്ഞാനം നമ്മളെ ശുദ്ധീകരിക്കുന്നു, ജ്ഞാനം നമ്മളെ വിശുദ്ധരാക്കുന്നു. രണ്ടാമത് പരിശുദ്ധ വചനം പറയുകയാണ്, ജ്ഞാനത്തിന്റെ 7 തൂണുകളിൽ രണ്ടാമത്തെ തൂണ പില്ലർ എന്താണ്? ജ്ഞാനം സമാധാനപൂർണ്ണമാണ്, അത് സമാധാനമുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തി ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന സത്ഫലം എന്താണ്? സമാധാനമാണ്, സ്വസ്ഥതയാണ്. എന്തൊക്കെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സിൽ സ്വസ്ഥതയുണ്ട്. ആർക്കും ഒന്നിനും കെടുത്തിക്കളയാൻ പറ്റാത്ത ഒരു സമാധാനം. തൻ്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കാൽവരി കുരിശിൻ ചുവട്ടിൽ അമ്മ മാതാവ് നിൽക്കുക. തൻ്റെ പൊന്നോമന മകൻ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന അമ്മ കണ്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ആ സമയത്തും ആകുലപ്പെടാതെ, പരാതി പറയാതെ, പിറുപിറുക്കാതെ, അസ്വസ്ഥപ്പെടാതെ, മനസ്സ് കലുഷിതമാകാതെ സമാധാനത്തോടെ കർത്താവിൻ്റെ സ്വസ്ഥതയിൽ ആ കുരിശിന്റെ താഴെ അമ്മ മാതാവ് നിൽക്കുകയാണ്. ഹല്ലേലൂയ, അത് സമാധാനപൂർണ്ണമാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് കൈവരും, നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടാകും, സഭയിലുണ്ടാകും. മൂന്നാമത്തെ ആ പില്ലർ എന്താണ്? അത് വിനീതമാണ്, താഴ്മയാണ്, എളിമയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ജ്ഞാനം നമ്മെ താഴ്മയുള്ളവരാക്കും. ഇത് ഓരോന്നെടുത്ത് നോക്കി നമ്മുടെ അമ്മ മാതാവിൽ കാണാൻ പറ്റും. പരിശുദ്ധ അമ്മ ഈ കൃപാദാനങ്ങളിൽ പൂർണ്ണയാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭാപിതാക്കന്മാരും പല വിശുദ്ധാത്മാക്കളും അമ്മയെ വിശേഷിപ്പിക്കുന്നത് അവൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളുടെ ആൾ രൂപമാണ്. അത് ശുദ്ധമാണ്, സമാധാനപൂർണ്ണമാണ്, അത് താഴ്മ വിനീതമാണ്. നാലാമത് എന്താ പറയുന്നത്? അത് വിധേയത്വമുള്ളതാണ്. അവിടെ അനുസരണക്കേടിന് അരൂപിയില്ല, അവിടെ പൊങ്ങച്ചമില്ല, അഹങ്കാരമില്ല, ഗർവില്ല. അത് വിധേയത്വമുള്ളവളാണ്. അമ്മ മാതാവ് എപ്പോഴും ദൈവഹിതത്തോട് വിധേയത്വമുള്ളവളായി. ദൈവിക ജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യുന്നത് വിധേയത്വമാണ്. ജ്ഞാനമില്ലാത്തവർക്ക് വിധേയത്വം ഉണ്ടാവുകയില്ല. അവിടെ സമാധാനമില്ല, അവിടെ ശുദ്ധതയില്ല, അവിടെ താഴ്മയില്ല. അത് കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, സഭയാകട്ടെ, നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നൽകുന്ന പ്രധാനപ്പെട്ട സത്ഫലമാണ് ജ്ഞാനം നമ്മളെ ബിൽഡ് ചെയ്യുന്നു, ജ്ഞാനം നമ്മളെ പണിയുന്നു. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. അഞ്ചാമത് എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്?
അത് കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതാണ്. ജ്ഞാനം കാരുണ്യവും സൽപ്രവർത്തികൾ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധമായ ദാനമാണ് ജ്ഞാനം. അത് കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതാണ്. ആറാമത്തെ എന്താ പറയുന്നത്? അത് അനിശ്ചിത്തമോ, കണ്ടോ, അനിശ്ചിത്തമോ എന്ന് പറഞ്ഞാൽ മുഖപക്ഷമില്ലാത്തതാണ്, പക്ഷപാതമില്ലാത്തതാണ്. മുഖപക്ഷമില്ല, പക്ഷപാതമില്ല. എൻ്റെ സഹോദരങ്ങൾ, ഇത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. ഏഴാമത് പറയുകയാണ്, അത് ആത്മാർത്ഥതയില്ലാത്തത്. അത് ആത്മാർത്ഥതയുള്ളതാണ്, സത്യസന്ധമാണ്, അത് വിശ്വസ്തതയാണ്. ആത്മാർത്ഥതയുള്ള, സത്യസന്ധമായ, വിശ്വസ്തത നിറഞ്ഞ ഒരു ജീവിതമാണ്. എന്തുമാത്രം നന്മകളാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ ഈ ഒരൊറ്റ വചനം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ മാക്സിമിലിയൻ കോൾബെ പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ച് പറഞ്ഞത്. കാരണം ഇത് അമ്മയുടെ ജീവിതമാണ്. പരിശുദ്ധാത്മാവ് മറിയത്തിൽ മനുഷ്യാവതാരം ചെയ്യാതെ അവളുടെ ശരീരത്തിലും ആത്മാവിലും അവളുടെ സമ്പൂർണ്ണ വ്യക്തിത്വത്തിൽ വസിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സമ്പൂർണമായ വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മ വസിക്കുകയാണ്. ആത്മാവിൻ്റെ കൃപാദാനങ്ങൾ പൂർണ്ണമായ അളവിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കണ്ട 7 കാര്യങ്ങളും ഒന്നുപോലും മാറ്റിവെക്കാതെ എല്ലാം അമ്മയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവിക ജ്ഞാനത്തിൽ ഒരു വ്യക്തി നിറയുമ്പോൾ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സഭയിൽ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:1 നമ്മൾ കാണുന്നു, ഭൂമിയിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ജ്ഞാനം എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം വചനം വായിച്ച്, എല്ലാ ക്രമക്കേടുകളും, എല്ലാ അസ്വസ്ഥതകളും ജ്ഞാനം ക്രമപ്പെടുത്തുകയാണ്. അവളെല്ലാം നന്നായി ക്രമപ്പെടുത്തും. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി കാര്യങ്ങൾ ക്രമപ്പെടാനുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുള്ള ബന്ധത്തിൽ, കുടുംബ കാര്യങ്ങളിൽ, കുടുംബത്തിൻ്റെ അനുദിന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ പല കാര്യങ്ങളും ക്രമപ്പെടാനുണ്ട്. ഇതെല്ലാം ക്രമപ്പെടുത്തുകയാണ്. കുടുംബ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ക്രമപ്പെടുത്തണോ ആ കാര്യങ്ങളെല്ലാം ജ്ഞാനം ക്രമപ്പെടുത്തുകയാണ്. അത് സഭയിലും, സഭയുടെ പ്രവർത്തനങ്ങളിൽ, സഭയുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ജ്ഞാനം വെളിപ്പെടുമ്പോൾ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് യുഗാന്ത്യ സഭയിൽ ശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ എല്ലാം നന്നായി ക്രമപ്പെടുകയാണ്. എല്ലാം നന്നായി ക്രമപ്പെടുകയാണ്. ഇതുമാത്രം വലിയ റിസൾട്ടാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന, സഭയിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയാവട്ടെ, ആ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മെ സഹായിക്കുവാൻ, നമ്മെ നയിക്കുവാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. എനിക്ക് പരിശുദ്ധ ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഒരു ദൈവമനുഷ്യനാണ് ജോഷ പ്രവാചകൻ. ജോഷ പ്രവാചകനെ കർത്താവ് വിളിക്കുകയാണ്. മോശ പ്രവാചകന് ശേഷം ഒരു വലിയ മിഷൻ കർത്താവ് ജോഷുവയെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു മിഷൻ ഉണ്ട് പ്രിയപ്പെട്ടവർ. എന്താ നമ്മുടെ മിഷൻ? ആത്മാക്കളെ വീണ്ടെടുക്കുക, ആത്മാക്കളുടെ രക്ഷ, ഈ തലമുറയെ നിത്യരക്ഷയിലേക്ക് നയിക്കുക, നശിക്കുന്ന ഓരോ ആത്മാവിനെയും നിത്യജീവനായി നേടുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. ജോഷ പ്രവാചകന് ദൈവം കൊടുത്ത ആ വലിയൊരു ചലഞ്ചിങ് മിഷൻ ആയിരുന്നു. വളരെ വെല്ലുവിളി നിറഞ്ഞ, വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു മിഷനാണ് ദൈവം കൊടുത്തത്.
നിയമാവർത്തന പുസ്തകം 31 അധ്യായം 7 വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. മോശെ പ്രവാചകരുടെ ദൈവം പറയാണ്, എൻ്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക്, വാഗ്ദാന ദേശത്തേക്ക് ജോഷുവ നീ നയിക്കണം. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ മിഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രസംഗിക്കാനും കേട്ടിരിക്കാനും വളരെ ഈസിയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്തുമാത്രം പ്രതികൂലങ്ങളും വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ദൈവം ജോഷുവയ്ക്ക് നൽകുന്നത്. മോശ പ്രവാചകന് കഴിയാത്ത ഒരു വലിയ ദൗത്യം, ദൈവജനത്തെ വാഗ്ദാന ദേശത്തെത്തിക്കുക എന്നുള്ള ദൗത്യം. ഈ ദൗത്യം നിറവേറ്റുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജോഷുവയ്ക്ക് നേരിടേണ്ടി വന്നു. അതിൽ വളരെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി. ഈ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി മറികടന്ന് എങ്ങനെ മറുകരയിലെത്തും? മാനുഷികമായി ചിന്തിച്ചാൽ ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. രണ്ടാമത്തെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു ജെറീക്കോ മതിൽ. ഇത്രയും ശക്തമായി ജെറീക്കോ കോട്ടയും അതിൽ എങ്ങനെ തകർന്നു വീഴും? മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമാണ്. മൂന്നാമത്തെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഇസ്രായേൽ ജനത്തെക്കാളും അതിശക്തരായ അമലേക്യരെ. ഈ അമലേക്യരെ കീഴ്പ്പെടുത്തണം, അവരെ പരാജയപ്പെടുത്തുക ഈസിയല്ല. എന്നാൽ സഹോദരങ്ങളെ, ദൈവം തന്നെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിൽ താൻ നേരിട്ട ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ജോഷുവയ്ക്ക് സാധിച്ചത് ജ്ഞാനത്തിന്റെ ആത്മാവിലായിരുന്നു. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവ് അവനെ ശക്തിപ്പെടുത്തി. ജ്ഞാനത്തിന്റെ ആത്മാവ് ഈ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും എപ്രകാരം മുന്നോട്ട് പോകണം, കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എന്തുമാത്രം ബ്ലെസ്സിംഗ് ആണ് സഹോദരങ്ങളെ ഇത്. വളരെ സംശയങ്ങൾ നിറഞ്ഞ, കൺഫ്യൂഷൻ നിറഞ്ഞ, ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, ഇനി ഏത് ചെയ്താലാണ് ശരിയാവുക, എങ്ങനെ പറഞ്ഞാലാണ് അത് കൃത്യമാവുക എന്ന് നമുക്ക് തന്നെ സംശയം വരുന്ന ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെ നയിക്കുമ്പോൾ സഹോദരങ്ങളെ, അവിടെ തീർപ്പുണ്ടാവുകയാണ്, അവിടെ ഉത്തരമുണ്ടാവുകയാണ്, അവിടെ പരിഹാരമുണ്ടാവുകയാണ്. ജോഷുവയുടെ പുസ്തകം, നമുക്ക് സംഖ്യയുടെ പുസ്തകം, അവിടെ ആ വചനത്തിലോട്ട് ആദ്യം നമുക്കൊന്ന് വരാം. 27 അധ്യായം 18 തിരുവചനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക. ശ്രദ്ധിച്ച്, ജോഷുവയുടെ മേൽ മോശ നിന്റെ കൈകൾ വയ്ക്കുക, നിന്റെ കൈകൾ വയ്ക്കുക. എന്തിനു വേണ്ടിയാണ് കർത്താവ് കൈകൾ വയ്ക്കാൻ പറഞ്ഞത്? അവ കൈവെപ്പിന് വലിയ ശക്തിയുണ്ട്. അഭിന്റെ പിതാക്കന്മാരുടെ കൈവെപ്പിന് അത് ശ്ലൈഹികമായ അഭിഷേകത്തിന് പകർച്ചയാണ്. പിതാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ ആ കൈവെപ്പ് സ്വീകരിക്കണം. അതിലൂടെ ആത്മാവിൻ്റെ പകർച്ച കടന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ച അവകാശികളാണ്. അവരുടെ മേൽ പകരപ്പെട്ട ശ്ലൈഹികമായ അഭിഷേകത്തിന് വലിയ ശക്തിയുണ്ട്. മോശയോട് പറഞ്ഞു, മോശേ നീ ജോഷുവയുടെ മേൽ കൈകൾ വയ്ക്കുക. നിയമാവർത്തന പുസ്തകം 34:9 വന്നേ. അപ്പൊ അതിനെന്താ പറയുന്നത്? നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. മോശ പ്രവാചകന്റെ കൈവെപ്പിലൂടെ ജ്ഞാനത്തിന്റെ ആത്മാവ് ജോഷുവയിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ ജോഷുവയിൽ ആരുണ്ട്? സ്പിരിറ്റ് ഓഫ് വിസ്ഡം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്. ഈ ജ്ഞാനത്തിന്റെ ആത്മാവ് ജോഷുവയെ എങ്ങനെയാ സഹായിച്ചത്? ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ തന്റെ മുൻപിലുണ്ടായിരുന്ന ഓരോ പ്രതിസന്ധിയെയും ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ജോഷുവ പരിഹരിക്കുകയാണ്.
ഈ സ്പിരിറ്റ് അവനെ നയിക്കുകയാണ്, ജ്ഞാനം അവനെ നയിക്കുകയാണ്, ജ്ഞാനം അവനെ സഹായിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1:2 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് നീ പോകണം. കണ്ടു, ജോർദാൻ നദി കടന്നു പോകണം. നോട്ട് ഈസി, അത് എളുപ്പമല്ല സഹോദരങ്ങളെ. നമുക്കും തോന്നുന്നത് അസാധ്യമാണല്ലോ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഈ പ്രതിസന്ധി എങ്ങനെ മാറിപ്പോകും? ദൈവമേ, ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഇതെന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്കിത് പറ്റത്തില്ല എന്ന് നമ്മളും പല ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ ഇപ്രകാരമൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പലവിധ ആശങ്കകളും ഭയപ്പാടുകളൊക്കെ നമ്മെ പലപ്പോഴും അലട്ടാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത്, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ഈ വചനം വായിച്ച് ധ്യാനിക്കണം. ഒരു ഹോംവർക്ക് തരികയാണ്. പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള വചനമാണെങ്കിലും നിങ്ങൾ ആ വചനം വായിക്കണം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. ഈ വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും, യോശുവയുടെ മേൽ പകരപ്പെട്ട ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഈ പ്രതിസന്ധിയിൽ അവനെ സഹായിക്കുകയാണ്. കൃത്യമായി ജ്ഞാനത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? വാഗ്ദാന പേടകം പിടിച്ച് പുരോഹിതന്മാരെ ജോർദാൻ നദിയിലോട്ട് ചെല്ലണം. 15-ാമത്തെ വചനത്തിൽ കണ്ടില്ലേ, പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞ് ഒഴുകുക പതിവാണ്. എന്നാൽ പുരോഹിതരുടെ പാദങ്ങൾ ഈ ജോർദാനിലെ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ എന്താ ഉണ്ടായത്? വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടക്കുകയാണ്. ജോർദാൻ നദി അത് രണ്ടായി മാറുകയാണ്. അതിൻ്റെ അടിഭാഗം വരണ്ടു പോവുകയാണ്. കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ ആ പ്രശ്നത്തെ ജോഷുവ കാണുകയാണ്. ഒപ്പം വിവേകത്തിൻ്റെ ആത്മ പ്രവർത്തിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ജ്ഞാനത്തിൻ്റെ ആത്മ പ്രവർത്തിക്കുന്നിടത്ത് വിവേകത്തിൻ്റെ ആത്മ പ്രവർത്തിക്കും, അവിടെ ആലോചന ആത്മാവ് വെളിപ്പെടും. ഇതെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ജോഷയ്ക്ക് മനസ്സിലായി. ഇനി എങ്ങനെ അത് ഇല്ലാതാക്കാം, അതിനെങ്ങനെ മറികടക്കാം? വിവേകത്തിൻ്റെ ആത്മാവ് കൂടെ ചേർന്ന് ജോഷുവയെ ബലപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, എത്ര വിശിഷ്ടമാണ് ആത്മാവിൻ്റെ ശബ്ദദാനങ്ങൾ! ഈ യുഗാന്ത്യ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നതാണ് ആത്മാവിന്റെ ശബ്ദദാനങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനം മറുകര കടക്കുകയാണ്. ഇനി ജെറീക്കോ മതിലാണ്. ജ്ഞാനത്തിന്റെ ആത്മാവ് വീണ്ടും ജോഷുവയെ നയിച്ചു. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം? ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ച് ധ്യാനിക്കണം. 20-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? 20-ാം വചനത്തിലോട്ട് വരുമ്പോൾ കാഹളം മുഴങ്ങി, കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിച്ചു, മതിൽ നിലം പതിച്ചു. ആ പ്രശ്നവും പരിഹരിക്കപ്പെടുകയാണ്, ആ പ്രതിസന്ധിയും പരിഹരിക്കപ്പെടുകയാണ്. ജോഷ് ഇത് പരിഹരിച്ചത് മാനുഷിക ബുദ്ധിയിലല്ല, തൻ്റെ വൈഭവങ്ങളിലല്ല, തൻ്റെ ഇത്രയും നാളത്തെ അനുഭവ പരിജ്ഞാനങ്ങളിലല്ല, അനുഭവ സമ്പത്തിലല്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ചിലപ്പോൾ അനുഭവങ്ങൾ നമ്മളെ ചതിക്കും. അനുഭവങ്ങൾ എപ്പോഴും നമ്മെ കൃത്യമായി നയിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ, ഓരോ പ്രശ്നത്തെയും ഓരോ പ്രതിസന്ധിയെയും മറികടന്ന് ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഒഴുകണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ എന്തൊക്കെ പ്രതിസന്ധികളാ, നമ്മുടെ കുടുംബങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ പ്രിയപ്പെട്ടവരെ. ഇത് പരിഹരിക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ ആത്മാവിലാണ്. നമ്മുടെ സമൂഹങ്ങളാകട്ടെ, നമ്മുടെ സഭയാകട്ടെ, നമുക്കറിയാം ഒരുപാട് നമ്മൾ വേദനിക്കുന്നുണ്ട് സഭയെ പ്രതി. ഇന്ന് കേരള കത്തോലിക്ക സഭ പലവിധ പ്രതിസന്ധികളിലൂടെ, വേദനയിലൂടെ, കഷ്ടനഷ്ടങ്ങളിലൂടെ, ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ
പല വിധത്തിലുള്ള അപജയങ്ങളിലൂടെ നമ്മുടെ സഭ കടന്നു പോവുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാണ് കഴിയുന്നത്. സഭയുടെ മേൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് ധാരാളമായി പകരപ്പെടുവാൻ നമ്മൾ വില കൊടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അമലേക്കിനുമായ യുദ്ധത്തിൽ ഇതുപോലെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് ജോഷുവയെ സഹായിച്ചു. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമുക്കത് കൃത്യമായിട്ട് നമുക്കത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ജ്ഞാനത്തോടെ ആയിരിക്കണം, ദൈവിക ജ്ഞാനത്തോടെ. യുഗാന്ത്യ സഭയെ ഇന്ന് നയിക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ഈ ദിനങ്ങൾ എത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യമാണ്. യുഗാന്ത്യ സഭ നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങളിലാണ്. നമുക്കിവിടെ ആത്മീയ ശോഷണം സംഭവിക്കുന്നത് കൊണ്ടാണ് പല പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത്, കുടുംബങ്ങൾ തകരുന്നത്, സമൂഹങ്ങളിൽ പല ശിഥിലീകരണങ്ങൾ വരുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും പല തകർച്ചകളും പ്രതിസന്ധികളിലും ഉടലെടുക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്നിച്ചൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, ജ്ഞാനത്തിന്റെ ആത്മാവായി നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സഭയിൽ ആത്മാവ് കടന്നു വരട്ടെ, ആത്മാവ് കടന്നു വരട്ടെ. ജ്ഞാനത്തിന്റെ ആത്മാവ് സഭയെ നയിക്കട്ടെ, കുടുംബങ്ങളെ നവീകരിക്കട്ടെ. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ജ്ഞാനത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ദൈവീക ജ്ഞാനത്താൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പരിശീലിക്കണം. ഈ ഉഗ്ര പോരാട്ടത്തിൻ്റെ സമയത്ത്, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തകരും സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങൾ തകരും, നമ്മുടെ ജീവിതങ്ങൾ തകരും, നമ്മുടെ സമൂഹങ്ങൾക്ക് വലിയ വലിയ നാശങ്ങൾ ഉണ്ടാകും, നമ്മുടെ സഭയിൽ പലവിധ പ്രതിസന്ധികൾ ഉടലെടുക്കും, നമ്മുടെ സഭ പൊതുസമൂഹത്തിന് മുമ്പിൽ അവഹേളിതയാകും. ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. എത്ര മനോഹരമായിട്ട് ജോഷുവ പ്രവാചകന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധികളെ ജോഷുവ കൈകാര്യം ചെയ്തത്. അവൻ്റെ മസിൽ പവറും ബ്രെയിൻ പവറും അവൻ്റെ സ്വാധീന ശക്തിയും, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ആ ആലോചനയൊക്കെ തേടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരം ജോഷുവ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കഠിന പരാജയമായിരിക്കും. ആ മിഷൻ ആകെ തകർന്നു പോകും. എന്നാൽ ജോഷുവ വിജയിച്ചു. ദൈവജനത്തെ വാഗ്ദാന ദേശത്തേക്ക് എത്തിച്ചു ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ. 3ാമത്തെ സത്ഫലമാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന 3ാമത്തെ റിസൾട്ട് എന്താണ്? നമുക്ക് നേരെയുള്ള എതിർപ്പുകളുടെയും അഹങ്കാരത്തിൻ്റെയും ശത്രുതയുടെയും വാക്കുകളെ, നമ്മുടെ പ്രതിയോഗികളെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് തകർത്തുകളയും. ശ്രദ്ധിക്കണമേ നിങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണിത്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വലിയൊരു സത്ഫലമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് നേരെയുള്ള, നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ, സഭയ്ക്ക് നേരെ, ഇന്ന് സഭയ്ക്ക് നേരെ ഒരുപാട് എതിർപ്പുകളുണ്ട്. സഭയ്ക്ക് നേരെ ഒരുപാട് അഹങ്കാരത്തിൻ്റെ, ശത്രുതയുടെ വാക്കുകളും പ്രവൃത്തികളുമുണ്ട്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഇതിനെയെല്ലാം തകർക്കുന്നുവെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ എതിർപ്പുകളെ തകർക്കാൻ പറ്റും, എതിർപ്പുകളുടെ വാക്കുകളെ ഇല്ലാതാക്കാൻ പറ്റും, ശത്രുതയുടെ വാക്കുകളെ ചിതറിക്കാൻ പറ്റും, അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികളെയും വാക്കുകളെയും നിർവീര്യമാക്കുവാനുള്ള ശക്തി, പവർ ജ്ഞാനത്തിൻ്റെ ആത്മാവിനുണ്ട്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിൽ കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയും. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 6:10 വന്ന് അവിടെ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എസ്തഫാനോസ് ആണ്.
എസ്തഫാനോസ് പ്രധാന പുരോഹിതന്മാരുടെ മുൻപിൽ നിൽക്കുകയാണ്. ജനപ്രമാണികളുണ്ട്, ഇവരുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എസ്തഫാനോസിനെ അവർ തൊടുത്തുവിട്ട ശത്രുതയുടെ, വെറുപ്പിന്റെ, എതിർപ്പിന്റെ വാക്കുകളെ എസ്തഫാനോസിന് മേൽ വ്യാപരിച്ച ജ്ഞാനത്തിന്റെ ആത്മാവ് തകർത്തു കളയുകയാണ്. സ്തുതിക്കുന്നു. ഈ അഭിഷേകമല്ലേ ഇന്ന് യുഗാന്തി സഭയ്ക്ക് വേണ്ടത്? ഈ അഭിഷേകമല്ലേ നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം? എതിർപ്പിന്റെ വാക്കുകൾ കണ്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കുക. ശത്രു ഉയർത്തുന്ന ശത്രുതയുടെ, നശീകരണത്തിന്റെ, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഭയാജനകമായ വാക്കുകൾ, ഇതെല്ലാം കണ്ടും കേട്ടും നമ്മൾ അസ്വസ്ഥരാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഷെക്കൻഡ് ന്യൂസിന്റെ ആരംഭ സമയങ്ങളിലും ഇപ്പോഴും ചില സന്ദർഭങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. വാർത്തകളിലെ നിജസ്ഥിതികൾ സത്യസന്ധമായി നമ്മൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് മൂലം പല സംഘടിത ശക്തികൾ, പല വർഗീയ ശക്തികൾ, പല വിധത്തിലുള്ള തിന്മയുടെ ശക്തികൾ നമ്മളെ ഭയപ്പെടുത്തുമാറ് എതിർപ്പിൻ്റെയും നശീകരണത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് പലപ്പോഴും ഇവിടെ വിളിക്കാറുണ്ട്. പലപ്പോഴും അവർ പല വിധത്തിലുള്ള മെസ്സേജുകൾ ഇടാറുണ്ട്, നമ്മളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥമാക്കുക എന്നുള്ളതാണ്. എന്ന സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും അതിശയത്തോടെ പലപ്പോഴും ദൈവത്തിൻ്റെ ഈ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എത്ര അത്ഭുതകരമായിട്ടാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഈ എതിർപ്പുകളെയും ഈ നശീകരണ വാക്കുകളെയും നമ്മളെ ഭയപ്പെടുത്തുമാറുള്ള ഈ ഭയാജനകമായിട്ടുള്ള ചില വാക്കുകളെയും പ്രവൃത്തികളെയും അത്ഭുതകരമായി തകർത്ത് കളയുന്നത്. അങ്ങനെ ഒരു വാക്കും ഇതുവരെ നമ്മുടെ മാധ്യമ ശുശ്രൂഷയ്ക്കോ ഇവിടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കോ യാതൊരു കോട്ടും വരുത്താതെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ഈ മാധ്യമ ശുശ്രൂഷയെ ദിനംതോറും പരിപാലിച്ച് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, കർത്താവിന്റെ ജ്ഞാനം എത്ര വലുതാണ്! ജ്ഞാനത്തിൻ്റെ ആത്മാവ് എത്രയോ അത്ഭുതകരമായി നമ്മിൽ പ്രവർത്തിക്കുന്നു. എതിർപ്പിന്റെ വാക്കുകളെ ഭയപ്പെടേണ്ട, അഹങ്കാരത്തിന്റെ വാക്കുകളെ ഭയപ്പെടേണ്ട, നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നശീകരണ വാക്കുകളെ നമ്മൾ ഭയപ്പെടേണ്ട. സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മ വെളിപ്പെട്ടാൽ അതെല്ലാം അതെല്ലാം തകർന്നു പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ തിരുവചനം പഠിപ്പിക്കുന്നത്? 21-ാം അധ്യായം 15-ാമത്തെ വചനം, എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത, എതിർക്കാൻ കഴിയാത്ത വാക്ചാതുര്യം, ജ്ഞാനം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത് കർത്താവിൻ്റെ പ്രോമിസാ പ്രിയപ്പെട്ടവരെ. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഒരു തിന്മയ്ക്കും ഒരു എതിർ ശക്തിക്കും നമ്മുടെ മുൻപിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജ്ഞാനം 7:30 നമ്മൾ കാണുന്നത്, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. നമ്മൾ ആവർത്തിച്ച് ക്ലെയിം ചെയ്യേണ്ട ഒരു വചനമാണിത്. ഈ വചനത്തിൻ്റെ കൃപയും അഭിഷേകവും ഈ നാളുകളിൽ നമ്മൾ സ്വന്തമാക്കേണ്ടതാണ്. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല, കർത്താവിന്റെ പ്രോമിസാ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ എന്താ ചെയ്യുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കളുടെ നാവിനെ സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്യുന്നു. ജ്ഞാനം മൂകരുടെ വാ തുറക്കുന്നു. കൃത്യമായി പറയേണ്ടതുപോലെ സംസാരിക്കുവാനുള്ള ജ്ഞാനശക്തി ജ്ഞാനത്തിന്റെ ആത്മാവ് പ്രദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ?
പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, പറയരുതാത്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെടുക? എങ്ങനെ പ്രിയപ്പെട്ടവരെ അവിടെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുക? ഈ വചനം എന്താ പഠിപ്പിക്കുന്നത്? ജ്ഞാനം മൂഢരുടെ വാ തുറക്കുന്നു. ഉചിതമായി സംസാരിക്കുവാൻ, സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കുവാൻ, പറയേണ്ടതുപോലെ പറയുവാൻ അവരുടെ നാവിന് ജ്ഞാനം ബലം കൊടുക്കുന്നു. അവർക്ക് അതിനുള്ള പ്രാപ്തി നൽകുന്നു. ഇത് ആരുടെ ശക്തിയാ? ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അത് ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നത്. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കി, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് നോക്ക്. കർത്താവിനെ പിടിക്കുവാനായിട്ട് അന്നത്തെ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും ആളുകളെ വിട്ടു. കർത്താവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ, പ്രബോധനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈശോയെ പിടിക്കാൻ വിട്ടവരടുത്ത് ചെന്ന് അവരെന്താ പറഞ്ഞെന്ന് പറഞ്ഞു? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ 46-ാമത്തെ വചനം. അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്കുകളിൽ അധികാരത്തിൻ്റെ വചനം വെളിപ്പെടുകയാണ്. ആ വചനത്തിൽ ഡെലിവറൻസ് ഉണ്ട്, ആ വചനത്തിൽ ഹീലിംഗ് ഉണ്ട്, ആ വചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളുടെ നിറഞ്ഞൊഴുക്കുണ്ട്, ആ വചനത്തിൽ മാനസാന്തരമുണ്ട്, ആ വചനത്തിൽ അത്ഭുതങ്ങളുണ്ട്, ആ വചനത്തിൽ നമുക്ക് വേണ്ട സകല നന്മകളുമുണ്ട്. അധികാരമുള്ളവനെ പോലെ, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അധികാരം വെളിപ്പെടുകയാണ്. അജ്ഞാനത്തിൻ്റെ ആത്മാവാ. ജ്ഞാനശക്തി വെളിപ്പെട്ടു. അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, എതിർപ്പുകളുടെയും അഹങ്കാരത്തിൻ്റെയും ശത്രുതയുടെയും ഭയപ്പെടുത്തുന്നതിൻ്റെയും നശീകരണത്തിൻ്റെയും വാക്കുകളെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും ജ്ഞാനത്തിൻ്റെ ആത്മാവ് തകർത്തു കളയുകയാണ്. യുഗാന്ത്യ സഭ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നവീകരിക്കപ്പെടണം. യുഗാന്ത്യ സഭ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ വന്യവൈദികരുടെ മേൽ ഈ അഭിഷേകം ധാരാളമായി ഒഴുകപ്പെടണം. ഇന്ന് ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളഞ്ഞിരിക്കുക. ഇന്ന് എന്തൊരു ഭയം നമ്മളെ ഗ്രസിച്ചിരിക്കുകയാണ്. നമുക്ക് പൊതുസമൂഹത്തിൽ കൃത്യമായി ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ പറ്റുന്നില്ല. നമ്മുടെ വിശ്വാസത്തെ ഉയർത്താൻ പറ്റുന്നില്ല. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പോടെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയമാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എന്തിനെ വെറുതെ പൊല്ലാപ്പിന് പോണേ? നമ്മളൊരു ഭയം പിടികൂടിയിരിക്കുക. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ അധികാരമുള്ളവനെ പോലെയാണ് സംസാരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54-ാം വചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവൻ ഈ ജ്ഞാനവും ശക്തി എവിടെ നിന്ന് കണ്ടു? ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇപ്പൊ ദൈവിക ജ്ഞാനത്താൽ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനാലാണ് അധികാരത്തോടെ ഈശോ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും മിഷണറി ചരിത്രം വായിച്ചപ്പോൾ വില്യം ബ്രഹാം എന്ന് പറയുന്ന ഒരു മിഷണറി, അദ്ദേഹം ഓസ്ട്രേലിയയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോവാണ്. അദ്ദേഹം വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിന് ഇറങ്ങി വന്നു. അദ്ദേഹം പ്രഘോഷിക്കുന്ന വചനങ്ങൾ ആത്മാവ് സ്ഥിരീകരിക്കാൻ തുടങ്ങി. പലർക്കും ഡെലിവറൻസ് ഉണ്ടാകുന്നു, ഹീലിംഗ് ഉണ്ടാകുന്നു, ജനം അനുതാപം കൊണ്ട് നിലവിളിക്കുന്നു, അനേകരുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുന്നു, വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. ഈ സമയത്ത് ഒരു നിരീശ്വരനായ, ദൈവത്തെ നിഷേധിക്കുന്ന അഹങ്കാരിയായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നീ എന്ത് അധികാരത്തോടു കൂടിയാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, പെട്ടെന്ന് ആരും ഒന്ന് പകച്ചു പോകും. അതൊരു എതിർപ്പിൻ്റെ വാക്കാണ്. പിശാചിൻ്റെ ഒരു തീയമ്പാണത്. ആ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുക, ഭയപ്പെടുത്തുകയാണ്. നമ്മളെ പിശാച് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജ്ഞാനമില്ലെങ്കിൽ ആ കെണിയിൽ പെട്ടുപോകും.
അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഫാദർ ഷെഫാന ഗോപിക്ക് അമ്മ കൊടുത്ത സന്ദേശം നിങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്. അവിടെ എന്താ അമ്മ പറഞ്ഞത്? എന്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണിയിൽ, സാത്താന്റെ കെണിയായത്, എതിർപ്പിന്റെ വാക്കു പറഞ്ഞ്, ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ്, അഹങ്കാരത്തിന്റെ വാക്കു പറഞ്ഞ്, ശത്രുതയുടെ വാക്കു പറഞ്ഞ് അവൻ നമ്മളെ ഭയപ്പെടുത്തും. അവൻ നമ്മളെ പാരലൈസ് ചെയ്ത് കളയും. നമ്മളിലുള്ള ആ ഉണർവിനെ അവൻ മോഷ്ടിച്ചു കളയും. അമ്മ പറഞ്ഞു, ഈ ഒരു സമയത്ത് മക്കളെ, അമ്മ നിങ്ങളെ സഹായിക്കാനുണ്ട്. നിങ്ങൾക്ക് അമ്മയുടെ സഹായം ആവശ്യമാണ്. അമ്മ കൂടെയുണ്ട് മക്കളെ. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങളുടെ അമ്മ കൂടെയുണ്ട്. ബില്ലി ഇബ്രഹാം പെട്ടെന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ഉടനെ അദ്ദേഹം അഭിഷേകത്തോടെ വിളിച്ചു പറഞ്ഞു, നീ ഇപ്പോൾ പരിഹസിച്ച, നീ ഇപ്പോൾ അവഹേളിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്താലാണ് ഞാൻ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇദ്ദേഹം ജ്ഞാനത്തിന്റെ ആത്മാവിൽ ഇത് ഉറക്കെ അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ ആ നിരീശ്വരവാദിയെ, എത്തിസ്റ്റായ, അഹങ്കാരിയായ ആ മനുഷ്യന്റെ മേൽ ദൈവശക്തി ഇറങ്ങി. അദ്ദേഹം താഴേക്ക് മറിഞ്ഞു വീണു. അദ്ദേഹത്തിന് മനസ്സിലായി, മനുഷ്യന്റെ ശക്തിയല്ല ആത്മാവിന്റെ ശക്തി എന്ന്. കണ്ടുകൊണ്ടിരുന്ന ജനം മുഴുവൻ അത്ഭുതത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. വില്യം ബ്രഹാമിനെ എങ്ങനെയാ വാക്ക് കിട്ടിയത്? ജ്ഞാനത്തിന്റെ ആത്മാവാണ്. തക്ക സമയത്ത് വെളിപ്പെടുകയാണ്. പറയേണ്ടത് പോലെ പറയാൻ, സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കാൻ ജ്ഞാനത്തിന്റെ ആത്മാവ് സഹായിക്കും. ജ്ഞാനത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. എതിർപ്പുകളെ ഭയപ്പെടേണ്ട. പിശാച് ഉയർത്തുന്ന വെല്ലുവിളികളെ ഭയപ്പെടേണ്ട. മനുഷ്യൻ ഉയർത്തുന്ന ഭീഷണിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. നമ്മൾ സത്യത്തിലും കൃപയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ, നമ്മളെ തകർക്കുവാൻ, കർത്താവിന്റെ പരിശുദ്ധ സഭയെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും ശക്തിക്കും സാധിക്കുകയില്ല. കാരണം അത് പരിശുദ്ധമാണ്. തന്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത കർത്താവിന്റെ ചങ്കാണ് കർത്താവിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട വൈദികരെ, ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിങ്ങളുടെ പൗരോഹിത്യം കരുത്തു പ്രാപിക്കണം. എന്റെ സമർപ്പിതരെ, സന്യസ്തരെ, ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിങ്ങളുടെ സമർപ്പണ ജീവിതം കൂടുതൽ കൃപയുള്ളതായി മാറണം. ആത്മായ പ്രേക്ഷിതരെ, എൻ്റെ കുടുംബസ്ഥരെ, എൻ്റെ മാതാപിതാക്കളെ, ജ്ഞാനത്തിന്റെ ആത്മാവിൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങൾ സമൃദ്ധി പ്രാപിക്കണം. നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിയായ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുവാനും ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളെ പ്രാപ്തരാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവത്തിന്റെ പദ്ധതികൾ, അത് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ, നടപ്പിലാക്കുവാനുള്ള പ്രാപ്തി നമുക്ക് തരുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. സോളമൻ രാജാവാണ് അതിന് വലിയൊരു ഉദാഹരണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ 3-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് സോളമൻ ഒരു വിധി കൽപ്പിക്കുകയാണ്. അവളാണ് അതിൻ്റെ അമ്മ. ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവീക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു. ഒരു കുഞ്ഞിനെയും കൊണ്ട് 2 സ്ത്രീകൾ വന്നിട്ട് പറയും, 2 വേശ്യ പെണ്ണുകൾ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് ഒരുവൾ പറഞ്ഞു, മറ്റവൾ പറഞ്ഞു ഈ കുഞ്ഞ് എൻ്റേതാണ്. 2 പേരും വായിച്ചു പിടിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് ജ്ഞാനത്തിൻ്റെ ആത്മാവ് വെളിപ്പെട്ടു. കാരണം തൻ്റെ ജനത്തെ ഭരിക്കുവാൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും ദൈവം സോളമന് കൊടുത്തിരുന്നു. നാളെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു ദാനം, വിവേകത്തിന്റെ ആത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും ഒരുക്കത്തോടെ വരണം. എൻ്റെ സഹോദരങ്ങളെ, ഈ ജ്ഞാനത്തിന്റെ ആത്മാവിൽ സോളമൻ എന്തു ചെയ്തു? സോളമൻ പറഞ്ഞു, ആ കുട്ടിയെ 2 വെട്ടിമുറിക്കാൻ പറഞ്ഞു.
ഒരു വാള് കൊണ്ടുവന്ന് രണ്ടായി വെട്ടിമുറിക്കാൻ രാജസേവകനോട് ആവശ്യപ്പെടുകയാണ്. ഉടനെ ആദ്യത്തെ സ്ത്രീ പറഞ്ഞു, അല്ലയോ രാജാവേ, ആ കുഞ്ഞിനെ വെട്ടിമുറിക്കരുതേ, ആ കുഞ്ഞ് ജീവിക്കുന്നവനാവട്ടെ, ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സ്ത്രീ, മറ്റേ സ്ത്രീ പറഞ്ഞു, അല്ലല്ല, അത് പറ്റത്തില്ല, അതിന് വെട്ടിമുറിച്ചോ, ആ കുഞ്ഞ് എനിക്കും വേണ്ട അവൾക്കും വേണ്ട, അത് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായി സംസാരിക്കുകയാണ്. ഇതിൽ നിന്ന് സോളമന് മനസ്സിലായി ആ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വെറും മാനുഷികമായൊരു ചിന്തയിൽ വന്നതല്ല. കർത്താവിൻ്റെ വിഷ്ഡമാണ് ആ വിധി നിർണയം നടത്തുവാൻ സോളമനെ സഹായിച്ചത്. ശരിയായി തീരുമാനമെടുക്കുക ഇന്ന് നമുക്ക് വളരെ ആവശ്യമാണ്. സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. മാതാപിതാക്കളെ ശ്രദ്ധിക്കണം മക്കളുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ പവറുണ്ട്. കൃത്യമായ തീരുമാനങ്ങൾ, അവരുടെ മക്കളുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ ജീവിതം, ഇതിലെല്ലാം ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞ് തീരുമാനമെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ വേണ്ട കാര്യങ്ങൾ, കുടുംബജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വേണ്ട കാര്യങ്ങൾ, നമ്മുടെ സഭയിൽ ഇതുപോലെ തീരുമാനങ്ങൾ ഉണ്ടാക്കണം. വിശുദ്ധ കാതറിൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഷെക്കേന ന്യൂസിൻ്റെ ഒരു പ്രധാന മധ്യസ്ഥയാണ്, പാട്രൺ സെയിൻ്റാണ് സീനാൽ വിശുദ്ധ കാതറിൻ. 1300 കാലഘട്ടങ്ങളിൽ അന്ന് സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ഗ്രിഗറി 11-ാമൻ മാർപ്പാപ്പയാണ് സഭയെ നയിക്കുന്നത്. സഭയ്ക്കകത്ത് ഭിന്നതയും പല പ്രശ്നങ്ങളും ഉണ്ടായി. റോമിൽ നിന്ന് ഏകദേശം ഒരു 67 വർഷക്കാലം ഫ്രാൻസിലുള്ള അവിഞ്ഞോണിലാണ് മാർപ്പാപ്പ താമസിച്ചിരുന്നത്. അത്രമാത്രം ചില പ്രശ്ന സങ്കീർണങ്ങൾ. എന്നാൽ സഹോദരങ്ങളെ, സഭയിൽ നിലനിന്നിരുന്ന ഈ വലിയ തർക്കവും പ്രശ്നവും ഭിന്നതയും പരിഹരിക്കുവാൻ ദൈവം അസാധാരണമായ ജ്ഞാനമുണ്ടായിരുന്ന കാതറിൻ ഉപയോഗിക്കുകയാണ്. കാതറിൻ ആ പ്രശ്നങ്ങൾ ഇടപെടുകയാണ്. ഫ്ലോറൻസിലുള്ള ആ ജനക്കൂട്ടം വളരെ കലാപകാരികളാണ്. അവരാണ് സഭയ്ക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് അവൾ സമാധാനം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ദൈവിക ജ്ഞാനത്തിൽ കാതറിൻ പറയും, അങ്ങ് തിരിച്ച് റോമിലേക്ക് തന്നെ പോകണം. എൻ്റെ സഹോദരങ്ങളെ, അത്ഭുതകരമായി റോമിലേക്ക് വീണ്ടും ഗ്രിഗറി 11-ാമൻ മാർപ്പാപ്പ തിരിച്ചു പോവാണ്. സഭയ്ക്ക് സമാധാനം കൈവരുകയാണ്. സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ മഹത്വം വിശുദ്ധ കാതറിനിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൊടുക്കുകയാണ്. ഒറ്റ വിശുദ്ധ, അവളിൽ വെളിപ്പെട്ട ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ വലിയൊരു പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു. തർക്കം അവസാനിച്ചു, ഭിന്നത മാറി, സഭയിൽ സമാധാനമുണ്ടായി. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാനും ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് കടന്നു വരട്ടെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇത് കടന്നു വരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്. ആ വാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:8 അവിടെ എന്താ പറയുന്നത്? ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ പറയുകയാണ്, വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യാഖ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. നമ്മുടെ പാസ്റ്റും നമ്മുടെ ഫ്യൂച്ചറും കൃത്യമായി ജ്ഞാനം അറിയുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവ് അറിയുന്നു. വിശുദ്ധനായ പേതൃപ്പിയ സഭയിൽ മറ്റൊരു വിശുദ്ധനാണ്. പേതൃപ്പിയുടെ സമയത്ത് നമ്മുടെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അന്നൊരു കൊച്ചച്ഛനാണ്. വികാരിയച്ഛൻ പോലും ആയിട്ടില്ല പ്രിയപ്പെട്ടവരെ. കൊച്ചച്ഛനായിരുന്ന നമ്മുടെ ജോൺ പോൾ പാപ്പ കരോൾ വൈറ്റിവ മാർപ്പാപ്പ പേതൃപ്പിയെ കാണാനായിട്ട് വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പേതൃപ്പി ഒരു പ്രവചനം കൊടുക്കുകയാണ്. നീ ഒരു നാൾ സഭയുടെ മാർപ്പാപ്പയായിട്ട് മാറും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ജ്ഞാനം അവൾ ഭൂതവും ഭാവിയും അറിയുന്നു. എത്ര കൃത്യമാണ് കർത്താവിന്റെ പരിശുദ്ധ വചനം. ഇത് ചുമ്മാ വെച്ച് കെട്ടി പറയുന്നതല്ല.
സഭാ ചരിത്രത്തിൽ വിശുദ്ധനായ പേദ്രോപിയയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ പ്രവചനമാണ്. ആ കൊച്ചച്ഛനാണ് പിന്നീട് സഭയ്ക്ക് ലോകത്തിൽ വലിയ മഹത്വം കൈവരിക്കാൻ ആത്മാവ് ഉപയോഗിച്ച വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുകയില്ലേ? തീരുമാനങ്ങൾ എടുക്കുവാൻ, ഉചിതമായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ, ദൈവ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ, അത് കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് സഹായിക്കുകയാണ്. യുഗാന്ത്യ സഭ, നമുക്കറിയുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ സഭയ്ക്കുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ട്, കൂട്ടായ്മകൾക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ ഒരുക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവ് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ വിശിഷ്ടദാനമായ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ ഭയഭക്തി ആദരവോടെ നമ്മൾ പങ്കുകൊള്ളുവാനായിട്ട് ഒരുങ്ങുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, തുടർന്നുള്ള ദിനങ്ങളിൽ നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറച്ച് കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില സ്ട്രഗിളുകൾ വരുന്നുണ്ട്. അത് നല്ലതാണ്. അപ്പോൾ ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കൾ എന്ന ശുശ്രൂഷ ദൈവജനത്തിന് നൽകപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥന സപ്പോർട്ടുകൾക്കും ഈ ഒരു സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. തുറന്നും പ്രാർത്ഥിക്കുക, അനേകരോട് പറയുക. ഇവിടെ നിങ്ങൾക്ക് അയക്കുന്ന ലിങ്കുകളും കാർഡുകളൊക്കെ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുത്ത് ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ നമ്മുടെ സഭയും കുടുംബങ്ങളും കൂട്ടായ്മകളും നിറയപ്പെടുവാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ആരാധന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം. വലിയ സ്നേഹത്തോടെ ആരാധിക്കുന്നു. സത്താരിയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് ഒന്ന് ചേർന്ന് ആരാധിക്കാം. ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ആത്മാവിൽ ആരാധിക്കാൻ ആരാധന ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, ആരാധന 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 ആരാധന. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ജീവിതം, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, തിരുസഭ മുഴുവൻ നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ജ്ഞാന ചൈതന്യം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ജ്ഞാനശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, എല്ലാം ക്രമപ്പെടുത്തുന്ന ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ പണിതുയർത്തുന്ന ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന, ഞങ്ങൾക്ക് താഴ്മ നൽകുന്ന, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ വിധേയത്വമുള്ളവരാക്കുന്ന
ജ്ഞാനത്തിന്റെ ആത്മാവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സാധിക്കുന്നവർ നമ്മുടെ ശിരസ് നിലവരം മുട്ടിച്ച് ഭയഭക്തി ആദരവോടെ ഈശോയെ ആരാധിക്കുക. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ഈശോ സത്യമായും ജീവിക്കുന്ന ദൈവമാണ്. ഈ തിരുവോസ്തിയിൽ ആത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി നമ്മൾ ഈ ദിനങ്ങളിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. യുഗാന്ത്യ സഭ പ്രശോഭിതയാകേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഈ സപ്തദാനങ്ങളിലാണ്. വെളിപാട് പുസ്തകം 12:12 പറയുന്നു, അരിശം കൊണ്ട് പിശാച് നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ലയോ 13 മാർപ്പാപ്പ കണ്ട ആ ഭീതിജനകമായ ദർശനത്തിന്റെ നാളുകളിലൂടെയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. പിശാചിന് സമയം അനുവദിച്ചു നൽകിയിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ലോകത്തിലും സഭയിലും ആത്മീയവും ധാർമ്മികവുമായ അനേകം അധപതനങ്ങൾ, അപജയങ്ങൾ നമ്മൾ കാണുന്നു. ഇതൊന്നും അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ, ഈ കാലത്തിന്റെ പ്രത്യേകതയാണെന്ന് എത്രയോ കൃത്യമായി തിരുവചനങ്ങളിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മമാതാവിലൂടെ നൽകപ്പെട്ട പ്രബോധന സന്ദേശങ്ങളിലൂടെയും നമ്മൾ ഈ ദിനങ്ങളിൽ കാണുകയായിരുന്നു. ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ജ്ഞാനം നമ്മളെ പണിതുയർത്തുന്നു. നമ്മുടെ കുടുംബങ്ങൾ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളെല്ലാം ക്രമപ്പെടുവാൻ, ശരിയായ എല്ലാം ക്രമപ്പെടുവാൻ, ക്രമപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ ജ്ഞാനത്താൽ ക്രമപ്പെടുത്തണമേ, ഞങ്ങളുടെ ബന്ധങ്ങളെ ക്രമപ്പെടുത്തണമേ, കുടുംബകാര്യങ്ങളെ ക്രമപ്പെടുത്തണമേ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിൽ ഒരുപാട് കാര്യങ്ങൾ ക്രമപ്പെടാനുണ്ട്. ജ്ഞാനത്തിന്റെ ആത്മാവേ എല്ലാം ക്രമപ്പെടുത്തണമേ, എല്ലാം ക്രമപ്പെടുത്തണമേ. എല്ലാ ക്രമക്കേടുകളിലേക്കും ദൈവിക ജ്ഞാനം കടന്നു വരട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മുടെ സമൂഹങ്ങളെ നവീകരിക്കട്ടെ, നമ്മുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുവാൻ, നമ്മൾ പണിതുയർത്തപ്പെടുവാൻ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുവാൻ, നമ്മെ നയിക്കുവാൻ, നമ്മളെ കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു. ആത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ജ്ഞാനപ്രകാശം നൽകണമേ, ജ്ഞാന വെളിച്ചം നൽകണമേ, ജ്ഞാനത്തിന്റെ ആത്മാവേ വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നമ്മുടെ നേരെയുള്ള എതിർപ്പുകളുടെ, അഹങ്കാരത്തിന്റെ, ഭയപ്പെടുത്തലുകളുടെ, ശത്രുതയുടെ എല്ലാ വാക്കുകളെയും തകർക്കുവാൻ ജ്ഞാനത്തിന്റെ ആത്മാവിന് കഴിയും. നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സഭ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആഗ്രഹത്തോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ,
കവിഞ്ഞു കവിയണമേ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ നവീകരിക്കണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിങ്ങൾ എല്ലാവരും പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കുക. ഒരു കുടുംബത്തിലായിരിക്കുന്ന എല്ലാവരും സാധിക്കുന്ന കരങ്ങളിൽ നിന്ന് കോർത്തു പിടിച്ച് മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താവും സമൂഹങ്ങളിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സമർപ്പിതരെ സന്യസ്തരെ നമുക്ക് കരങ്ങൾ കോർത്തു പിടിക്കാം. ജ്ഞാനത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഉളവാകുന്ന സത്ഫലങ്ങള് ഈശോ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിന് മുൻപിലുള്ള നമ്മുടെ തൊഴിൽ മേഖലകളിലാകാം, കുടുംബ ജീവിതത്തിലാകാം, സമർപ്പിത ജീവിതത്തിലാകാം, പൗരോഹിത്യ ജീവിതത്തിലാകാം, നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ജ്ഞാനം നമ്മളെ സഹായിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. ജോഷ പ്രവാചകന്റെ ജീവിതത്തിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. എപ്രകാരമാണ് ജ്ഞാനത്തിന്റെ ആത്മാവിൽ നാം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യേണ്ടത്. എന്റെ സഹോദരങ്ങളെ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുവാനും ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കോർത്തു പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങൾ നമ്മൾ നിറയുവാൻ വേണ്ടി, പ്രത്യേകമായ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതമാകാൻ വേണ്ടി ആ ഈരടികൾ പാടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവചനം 11:2 അഭിഷേകം, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും അറിവിന്റെയും ആത്മാവ്, ആത്മശക്തിയുടെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, നമ്മുടെ സമൂഹങ്ങളിൽ നിറയട്ടെ, നമ്മുടെ സഭയിൽ നിറയട്ടെ. എല്ലാ വന്യവൈദികരിലും സമർപ്പിതരിലും ആത്മായ പ്രേക്ഷിതരിലും എല്ലാ കുടുംബസ്ഥരിലും എല്ലാ യുവജനങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങൾ നിറയട്ടെ. കരങ്ങൾ കോർത്തു പിടിച്ചൊരു മനസ്സോട് ഒന്നിച്ചേറ്റുപാടുന്നു. ആത്മാവേ, ജ്ഞാനം, ശക്തി, വിവേകം, മുക്തി ഞങ്ങളിലേക്ക് പകരണമേ. മഴ പോൽ ചൊരിഞ്ഞിടട്ടെ, കുടുംബങ്ങളിലേക്ക് പകരണമേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മെ അലിഞ്ഞിടട്ടെ. ദൈവഭയം, ആത്മശക്തി ഓരോ ജീവിതത്തിലും ഒഴുകപ്പെടട്ടെ. സ്നേഹം, ദയാ, ബുദ്ധി, വിശ്വാസം, നന്മ പരിശുദ്ധാത്മാവേ നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ. കരങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കേൾപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ
എല്ലാ പ്രയാസങ്ങളെയും തരണം ഞങ്ങളെ ചെയ്യാൻ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയുണ്ടാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ഈശോ നമ്മൾ ആശീർവദിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ ശബ്ദാത്മാക്കൾ നമ്മളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ, വിശേഷ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാനും ഈ നാളുകളിൽ നമ്മൾ നയിക്കപ്പെടുവാനുമായി ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. കർത്താവേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അല്പം ഉയർത്തി ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യുന്നതിനോട് നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, ഞങ്ങളെ നവീകരിക്കുന്ന കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, പരിശുദ്ധ കുർബാനയെ, ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്നേ ദിനത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തെയോട് നമുക്ക് നന്ദി പറയാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി ഒത്തിരി സ്നേഹത്തോടെ തുറന്നുള്ള ദിനങ്ങളിലെ ശുശ്രൂഷകൾക്കായി കടന്നു വരുവാൻ സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. ആരും ഉപേക്ഷ കാണിക്കരുതേ. എന്നാൽ പ്രത്യേകമായി നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്
ജ്ഞാനത്തിൻ്റെ സത്ഫലങ്ങളിൽ നിറഞ്ഞ് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും ഒരുക്കത്തോടെ 7 പ്രാവശ്യം ആത്മാവിൻ്റെ സഹായത്തിന് അഭിഷേകത്തിനുമായി നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. രണ്ടാമതായി, നമ്മെ വേദനിപ്പിച്ചവരുടെ നിരുപാധികം ക്ഷമിച്ച് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരും നമ്മളും ജ്ഞാനത്താൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമതായി, നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട തിരുവചനം വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഈ വചനത്തിന് കൃപ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. കർത്താവിൻ്റെ സ്വസ്ഥതയിൽ നമ്മൾ വിശ്രമിക്കുക. ഹോളി നൈറ്റ്.